രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തിന് പിന്തുണ നൽകിയതിന് അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ആരോപണം. ഡിജിറ്റൽ മീഡിയ സെല്ലിനെതിരെ കെപിസിസിക്ക് പരാതി നൽകി എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന പി.വി. ജെയിൻ, ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ അക്കൌണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിച്ചതിന് പിന്നിൽ ഇവരാണെന്നാണ് പരാതിയിലെ ഉള്ളടക്കം. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് ഈ സൈബർ കോൺഗ്രസ്, ഡിജിറ്റൽ മീഡിയ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ KPCC പ്രസിഡന്റിനടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റിന് പരാതി നൽകിയത് എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന പി.വി. ജെയിനാണ്. KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇവിടെയുള്ള ഈ അഡ്മിൻ ചുമതലയിൽ നിന്ന് തന്നോട് പറയാതെ തന്നെ നീക്കി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും 4 പേരുകളാണ് അതിൽ, പ്രധാനമായും 5 പേരുകളാണ് കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് തുടങ്ങിയവർക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇവർ വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. താൻ പലപ്പോഴും നേതൃത്വത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം തന്നെ ഇവർ ചോദ്യങ്ങളുമായിട്ട് എത്തുന്നു. ഇവർ പലപ്പോഴും ഈ രീതിയിലുള്ള പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിലാണ് ഇവർ സംസാരിക്കുന്നതെന്നെല്ലാം തന്നെ പി.വി. ജെയിൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരാതി കൃത്യമായ രീതിയിലുള്ളൊരു നടപടികൾ സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ട്. നേതൃത്വത്തെ പിന്തുണയ്ക്കരുതെന്ന് ജിജോ മാത്യു തന്നോട് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചില നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കൂട്ടം പേർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഈ കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു ഗുണം ചെയ്യില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത്. ഉചിതമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നു. വയനാട് പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തന്നെ ഗൂഢാലോചനക്കാരനായി ചിത്രീകരിച്ചുവെന്നും ഒരു വിഭാഗം തന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചുവെന്നും ജോസ് പറയുന്നു. പ്രതിസന്ധിയിൽ പാർട്ടി നേതാക്കൾ കൈവിട്ടെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. വീട്ടിൽ നിന്നാണ് പോലീസ് കുറിപ്പ് കണ്ടെടുത്തത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആരോപണ വിധേയനാണ് മരിച്ച ജോസ്. അതേസമയം CPM നടത്തിയ സൈബർ പ്രചാരണത്തിന്റെയും വ്യക്തിഹത്യയുടെയും ഇരയാണ് ജോസ് നെല്ലേടമെന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനായി കവചം തീർക്കുമെന്ന് പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ. കോൺഗ്രസ് നേതാവായ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. രാഹുലിനെതിരെ നിലപാടെടുത്ത നേതാക്കൾക്കും വിമർശനമുണ്ട്. ഒറ്റക്കിട്ട് ആക്രമിക്കുന്നതാണ് പാർട്ടിയെ വളർത്തുകയല്ല, തളർത്തുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ ഓർത്താൽ നല്ലതാണ്. നേതാക്കൾ കൈമലർത്തിയാലും പാലക്കാട് കാലുകുത്തിയാൽ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നും മൻസൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള ബിൽ അംഗീകരിച്ച് മന്ത്രിസഭായോഗം. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് അനുമതിയോടെ മുറിക്കാനും തീരുമാനമായി. വരുന്ന സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. അതേസമയം വനം എക്കോ ടൂറിസം ബോർഡ് ബിൽ മാറ്റിവെച്ചു. 2025 കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ കരടിനും അംഗീകാരം നൽകി. പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക 5 ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം 10 ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് കർശന ഉപാധികളുടെ നിയമപരിരക്ഷ ലഭിക്കുക. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ആക്രമണം. പേരാമ്പ്രയിലെ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് വാച്ചർ തൊഴിലാളിയായ ബാബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വാരിയലിന് പൊട്ടലേറ്റ ബാബു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള മുതുകാട് എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം നടന്നത്. എസ്റ്റേറ്റിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടെ ടാപ്പിംഗ് തൊഴിലാളികളായ ബാബുവിനും ബിനുവിനും നേരെ കാട്ടാന തിരിയുകയായിരുന്നു. കുതറിയോടിയ ബാബുവിനെ ആന പിന്നാലെ എത്തി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ബാബുവിന്റെ വാരിയെല്ലുകൾക്കും തോളിനും പരിക്കേറ്റിട്ടുണ്ട്. തോട്ടത്തിലേക്ക് കയറി പിന്നെയും ചെല്ലുമ്പോൾ അവിടെ 3 ആന, അതിനെ ഓടിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം ഓടിക്കുന്നതിനിടയിൽ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന സമയത്ത് ആന നമുക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഞങ്ങൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ബാബുവേട്ടൻ പുറകിലായിരുന്നു. ബാബുവേട്ടനെ ആന തട്ടിയിട്ട് നെഞ്ചത്ത് ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടി കൂടാണ്ട് ഇവിടെ ഒരു മുറിവുണ്ട്. പിന്നെ ഈ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഈ മുറിവ് ആനയുടെ ഒരു ചെറിയ കൊമ്പുള്ളൊരു ആനയാണ്. ആനയുടെ കൊമ്പ് കൊണ്ട പോലെ ഉണ്ട്. നല്ല ആഴത്തുള്ളൊരു മുറിവാണ്. പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ലെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ്
ഒരു പരിധിവരെ തരണം ചെയ്തിരിക്കുന്ന ഡോക്ടറാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് വന്നതാണ്. ഇനി ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു സർജറിയും കൂടി വേണമെന്നാണ് പറഞ്ഞത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ അടുത്തിടെ കാട്ടാക്രമണം രൂക്ഷമായതായി പറയുന്നു. ആന ഇറങ്ങുമ്പോൾ വനം വകുപ്പിനെ അറിയിച്ചാലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ശബ്ദരേഖാ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിക്ക് സാധ്യത. വിശദീകരണം നൽകാൻ 3 ദിവസം അനുവദിച്ചു. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും. വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ട AC മൊയ്തീൻ പ്രതികരിച്ചു. അതേസമയം വിഷയം CPM-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ശബ്ദരേഖാ വിവാദത്തിൽ CPM നടപടിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ ശബ്ദരേഖയുടെ ഉടമ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന് 3 ദിവസത്തിനകം കാരണം കാണിക്കൽ വിശദീകരണം നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് പറയുവാനുള്ളത്? പ്രത്യേകിച്ച് CPM-ന്റെ സമുന്നതരായ നേതാക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. പലരും പണപ്പിരിവുകാരാണ്, പലരും വലിയ രീതിയിലുള്ള പണം ഇതിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് എന്നത് മാത്രവുമല്ല, ഓരോ നേതാക്കൾക്കും പ്രാദേശിക തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ട് സംസ്ഥാന തലം വരെ എത്തുമ്പോൾ തന്നെ എത്രമാത്രം പണം ഇവർക്ക് പിരിക്കാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ കണക്കുകളടക്കമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ CPM-ന് ക്ഷീണം സംഭവിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഡിവൈഎഫ്ഐക്കകത്തെ വിഭാഗീയതയും മറ്റ് എതിർചേരിയും എല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് CPM-നെ വളരെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വിശദീകരണം നൽകാനും വൈകാതെ തന്നെ നടപടിയിലേക്ക് നീങ്ങാനും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം ഈ ശബ്ദരേഖ പുറത്തുവിട്ട ആൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഇനി ഈ ശരത് പ്രസാദിന് എന്താണ് പറയുവാനുള്ളതെന്നാണ് പാർട്ടി നോക്കുന്നത്. പക്ഷേ ഇതിനകം തന്നെ ഇത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രത്യേകിച്ച് UDF-ഉം കോൺഗ്രസും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. CPM-ന്റെ കച്ചവടമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPM കരുവന്നൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ അവർ തീർച്ചയായും തന്നെ അതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നത് പാർട്ടി തലത്തിൽ തന്നെയുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നതെല്ലാം തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. എവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു BJP നേതൃത്വം. ഈ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തുവരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഈ 10 വർഷം കൊണ്ട് തടിച്ചു കൊഴുത്ത് സമ്പന്നന്മാരായി മാറിയിരിക്കുന്നു. എല്ലാ ജില്ലയിലെയും നേതാക്കന്മാർ ഈ ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. ഇത് ഒരു അന്വേഷണത്തിന് വിധേയമാക്കാൻ ആരോടാ പറയുന്നത്? വേലി തന്നെ വിളവ് തിന്നുന്നു. ഏതായാലും വലിയ രീതിയിലേക്ക് CPM-നെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM ജില്ലാ സെക്രട്ടറിക്ക് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ ഇത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ സമസ്ത പണ്ഡിതർക്ക് ഭിന്നാഭിപ്രായം. സംഗമത്തിനെതിരെ SKSSF നേതാക്കളായ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും സത്താർ പന്തലൂർ രംഗത്ത് വന്നു. തരംതിരിച്ച് സംഗമം നടത്തുന്നത് എന്തിനാണെന്നാണ് ഇരുവരും ഉന്നയിക്കുന്ന ചോദ്യം. ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചു. സംഗമത്തെ അനുകൂലിച്ച SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സമസ്തയിൽ നിന്ന് ഭിന്നസ്വരം. ന്യൂനപക്ഷ സംഗമത്തിനെതിരെ സമസ്തയിലെ പണ്ഡിതർക്ക് തന്നെ ഭിന്നാഭിപ്രായമാണെന്ന കാര്യമാണ് പുറത്തുവരുന്നത്. സമസ്തയുടെ പോഷക സംഘടനയായ SKSSF-ന്റെ മുതിർന്ന നേതാക്കൾ സത്താർ പന്തലൂരും അതുപോലെ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഈ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന ആരോപണം UDF ഉന്നയിച്ചിരുന്നു. ഇതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന തരത്തിലാണ് നേതാക്കളുടെ പരാമർശങ്ങൾ. ഈ സർക്കാരിൻ്റെ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം നിഷേധിക്കപ്പെട്ടു, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ നടത്തുന്നവരെ സർക്കാർ അത്രമാത്രം അഴിച്ചുവിടുന്ന തരത്തിലുള്ള നിലപാടെടുത്തു.
ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സത്താർ പന്തലൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരത്തിൽ മതം തിരിച്ചുള്ള ഒരു സംഗമമല്ല, മനുഷ്യരുടെ സംഗമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട അബ്ദുസമദ് പൂക്കോട്ടൂരും സമാന അഭിപ്രായമാണ് പങ്കുവച്ചത്. മുസ്ലിം സംഘടനകൾ ആരും സർക്കാരിനോട് ഇങ്ങനെ ഒരു സംഗമത്തിന് ആവശ്യപ്പെട്ടതായിട്ട് ഒരു വാർത്തയും വന്നിട്ടില്ല. ഒരു സംഘടനയും ഔദ്യോഗികമായി ഗവൺമെൻറ് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതായിട്ട് അറിവില്ല. പ്രത്യേകിച്ച് തൊട്ടടുത്തൊരു ചർച്ചയുണ്ടായി. സ്കൂൾ സമയമാറ്റ സംബന്ധമായി മദ്രസകൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനൊരു സംഗമം നടത്തുന്നതിനെ കുറിച്ച് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഒരു മതേതര ഗവൺമെൻറ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു മതേതര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ്. കേരളത്തിലെ മൊത്തം ജനങ്ങൾ, ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് മുമ്പിലുള്ള കടമ. ചേരി തിരിച്ചോരോ സംഗമങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അതിൽ നമുക്ക് ആശങ്കയുണ്ട്. ആ സമയത്ത് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് സംഗമം നടന്ന് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതിന് മുന്നേ ഒരു വിലയിരുത്തൽ ശരിയല്ലല്ലോ. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതിൽ വരാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും ഒന്നും ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നതും. സമസ്തയിൽ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടൊരു വിഭാഗം ഉണ്ടെന്നിരിക്കെ സമസ്തയിലെ മറ്റൊരു പ്രബല വിഭാഗമാണ് ഇപ്പോൾ ഇതിനെതിരെ പരോക്ഷ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകാതെ ഇത്തരത്തിൽ സംഗമം മാത്രം നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും സമസ്തയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഉണ്ടാവുക. മുൻപ് പലപ്പോഴും സർക്കാർ ഇത്തരം യോഗങ്ങളും മറ്റും വിളിക്കുമ്പോൾ സമസ്തയുടെ പ്രതിനിധികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പുള്ള ഇത്തരം നടപടികളിൽ എന്തൊക്കെയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ, അതിലൂടെ പ്രതികരണം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് മുന്നോട്ട് വെച്ച അതേ രാഷ്ട്രീയം പിന്തുടരുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനെതിരെ എന്തെല്ലാം നിലപാടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം പരസ്യ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. സമസ്തയുടെ പ്രതികരണം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാനാകുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പത്മജയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ ഗുരുതരമല്ല. കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചെന്നും പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പത്മജ പ്രതികരിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യത വീട്ടാമെന്ന KPCC നേതൃത്വത്തിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നായിരുന്നു പരാതി.